പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ പെയ്ത മഴയിലും അതുപോലെ കാറ്റിലുമൊക്കെ ചെടികളെല്ലാം ചരിഞ്ഞ് കിടക്കുകയാണ്. കുറേയൊക്കെ വീണ് താഴത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ സംഘാംഗങ്ങൾ വന്ന് അത് കുറ്റിയടിച്ച് അതിനൊന്ന് വലിച്ചു കെട്ടുന്ന രീതിയിലായിരിക്കും. നമ്മുടെ ചെടികളൊന്നും ഒടിഞ്ഞിട്ടില്ല, പക്ഷേ അതിൻ്റെ ആ വേരോടുകൂടി തന്നെ വേരിൻ്റെ സൈഡിൽ നിന്ന് തന്നെ വാരത്തിൽ നിന്ന് മറിഞ്ഞ് താഴോട്ട് കിടക്കുക. ഇതെല്ലാം കാണാം. ഒരുപാട് ചെടികൾ മറിഞ്ഞായിരുന്നു. നല്ല കാറ്റായിരുന്നു. അത് രാവിലെ വന്ന് എല്ലാവരും ഒരു ആറ് മണിക്ക് മുന്നേ തന്നെ 5:30 വന്ന് രാവിലെ ഇതിൻ്റെ പണിയൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ചെടികളെല്ലാം മറിഞ്ഞു വീണിരിക്കുന്നത്. ഈ താഴെ പോയതിൻ്റെ അതിനകത്ത് അഴുക്ക് നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ചെടിയുടെ അഴുക്ക് എല്ലാം അത് വീണ് കഴിഞ്ഞിട്ട് ആ ചെടി നേരെ അതേ രീതി വളഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് എല്ലാം ശ്രദ്ധിക്കാം. നല്ല മഴയായിരുന്നു. മഴയും അതുപോലെ കാറ്റുമായിരുന്നു. ശക്തമായ കാറ്റായിരുന്നു. ഈ ഭാഗത്തെ ചെടികളെല്ലാം വീണ് മറിഞ്ഞു. പക്ഷേ ഭാഗ്യത്തിന് ഒന്നും ഒടിഞ്ഞിട്ടില്ല. ചെടികളൊന്നും ഒടിഞ്ഞിട്ടില്ല. ചരിഞ്ഞ് വീണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഇപ്പോൾ കുറ്റിയടിച്ച് താങ്ങി കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഇത്ര നാളത്തെ അധ്വാനം ഏകദേശം 53 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ആ 53 ദിവസം നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുമ്പോഴാണ് ഇതേപോലുള്ള പ്രകൃതിക്ഷോഭം ഉണ്ടായിരിക്കുന്നത്. ഈ കർഷകർക്ക് ഏറ്റവും ഭീഷണിയായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഇത്തരത്തിലെ കാറ്റും മഴയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കമൊക്കെ. അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ചെയ്യുമ്പോൾ ഇതേപോലുള്ളൊരു തിരിച്ചടികൾ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. പക്ഷേ അതിനുവേണ്ടി നമ്മൾ നേരത്തെ തന്നെ കമ്പ് കുത്തിയായിരുന്നു. പക്ഷേ അതൊന്ന് ടാഗ് ചെയ്തില്ലായിരുന്നു. എങ്കിലും ഭാഗ്യത്തിന് മറ്റു കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ചെടികളെല്ലാം ഉയർത്തി ഇപ്പോൾ അത് കെട്ടിക്കൊണ്ടിരിക്കുന്ന ജോലിയിലാണ് എല്ലാ സംഘാംഗങ്ങളും. ഇവിടെയും ചെറിയ ചെടികൾക്കൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ പൊങ്ങിയ ചെടികളൊക്കെ എല്ലാം വീണിട്ടുണ്ട്. എല്ലാവരും നിന്ന് അതിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ഒരു 27 അല്ല 26 ദിവസമുള്ള നമുക്ക് ഇതിൻ്റെ ഫലം എടുക്കാനുള്ള സമയമാകുന്ന. അപ്പോൾ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം നടന്നിരിക്കുന്നത്. ഇന്നത്തേക്കാളും ഇത് കൂടാതെ തന്നെ പ്ലാസ്റ്റിക് ചരട് മേടിച്ച് കുറ്റിയടിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം കുറ്റിയടിച്ചിരിക്കുകയാണ്. ആ കുറ്റിയടിച്ച് പ്ലാസ്റ്റിക് റോപ്പ് മേടിച്ച് 2 സൈഡിലും കൂടി അതൊന്ന് കെട്ടി സംരക്ഷണം കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വാഴനാര് ഉപയോഗിച്ചാണ് ആ കുറ്റിയിൽ അത് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. വാഴനാരൊക്കെ ക്രമീകരിക്കുന്ന തിരക്കിലാണ് ഓരോ അംഗങ്ങളും. ഇവിടെ കിട്ടിയത് മറിഞ്ഞു കിടക്കുന്നതൊക്കെ അത് ഉയർത്തി കെട്ടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും ഒരു ഐക്യം ഇതിനകത്തൂടെ കാണാൻ സാധിക്കുന്നു. 1-2 പേര് ഇപ്പോൾ രാവിലെ വന്നിട്ട് പോയി. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ പോകണം. ഇവിടെയൊക്കെ നമ്മൾ ഇന്നലെ തെളിച്ചതാണ്. അപ്പോൾ വാരം പിടിക്കാനായിട്ട് ഇന്ന് രാവിലെ എല്ലാവരും റെഡിയായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം